തീർച്ചയായിട്ടും LDF കേരളത്തിൻ്റെ വീണ്ടും അധികാരത്തിലേക്ക് എത്തും. നല്ല മെച്ചപ്പെട്ട നിലയിലേക്ക് കേരളത്തിലെമ്പാടും LDFന് വിജയിച്ചു വരാൻ കഴിയും. ആലപ്പുഴ ജില്ലയിലും അതേപോലെ തന്നെ ആയിരിക്കുമെന്നാണ് ഞങ്ങളെല്ലാം കണക്കുകൂട്ടുന്നത്. കേരളത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കരുത്തും കൈമുതലുമായി ഈ തെരഞ്ഞെടുപ്പിൽ ഉള്ളത്. ഞങ്ങളെ എതിർക്കുന്നവർ എന്തെല്ലാമാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് അവതരിപ്പിക്കുന്നത്? വ്യാജങ്ങളായ പ്രസ്താവനകൾ, പ്രചരണങ്ങൾ, പണത്തിൻ്റെ കുത്തൊഴുക്ക്, വോട്ടർമാരെ സ്വാധീനിക്കാൻ പണവും മറ്റു കാര്യങ്ങളുമെല്ലാം വസ്തുക്കളുമെല്ലാം വിതരണം ചെയ്യുന്നതിനകത്തുള്ള വ്യാപൃതമായിരിക്കുന്ന ഒരു വിഭാഗത്തെയാണ് ഞങ്ങളുടെ എതിരാളികൾക്കകത്ത് എല്ലാവരും കാണുന്നത്. UDF ആയാലും NDA ആയാലും എല്ലാം ഇത്തരത്തിൽ കുറ്റകരമായ പ്രവർത്തനങ്ങളുടെ കരുതലിൽ നിൽക്കുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ കാണേണ്ട ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ജനങ്ങളെ അഭിമുഖീകരിക്കാൻ തങ്ങൾ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ബലമൊന്നുമില്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് മറ്റു കാര്യങ്ങളെ കൂട്ടുപിടിക്കേണ്ടി വരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വ്യാജ പ്രസ്താവനകളെയോ വ്യാജ നോട്ടീസുകളെയോ പണത്തെയോ മറ്റെന്തെങ്കിലും സാധന സാമഗ്രികളെയോ കൂട്ടുപിടിക്കേണ്ടതില്ല എന്ന് കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെയും ക്ഷേമ പ്രവർത്തനങ്ങളുടെയും കരുത്തിൻ്റെയും ബലത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വോട്ട് അഭ്യർത്ഥിക്കാനാവും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്ന വലിയ പ്രത്യേകത. പണത്തിൻ്റെയും അവാസ്തവങ്ങളും അസത്യങ്ങളുമായ പ്രചരണങ്ങളുടെയും ഒരു നിലയും ഇപ്പുറത്ത് സത്യസന്ധമായും ആത്മാർത്ഥമായും നടപ്പിലാക്കിയ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ, ഇത് രണ്ടും കൂടി തുലനം ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിലെ വോട്ടർമാർ തീർച്ചയായിട്ടും ഇത് തന്നെയായിരിക്കും സ്വീകരിക്കുക. നമ്മൾ ഉത്തരേന്ത്യയൊന്നുമല്ല. പണം കൊടുത്ത് വോട്ട് സ്വാധീനിക്കുക, മറ്റു കാര്യങ്ങൾ കൊടുത്ത് വോട്ട് സ്വാധീനിക്കുക, അസത്യ പ്രസ്താവനകളുടെ ഒരു കുത്തൊഴുക്ക് ഉണ്ടാക്കി വെക്കുക, അതിലൂടെ എല്ലാ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ളൊരു മിഥ്യാധാരണയിലാണ് UDFും BJPയും എല്ലാം നിൽക്കുന്നത്.